ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് സന്ദീപ് വാര്യർ BJP വിടും എന്നുള്ള രീതിയിലുള്ള കുറേ ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടന്നു. അദ്ദേഹം BJP വിട്ട് CPM-ലേക്ക് പോകുമെന്ന് പലരും കണക്കുകൂട്ടി. CPM-ലെ ചില മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു. പക്ഷേ പിന്നീടൊരു നിശബ്ദതയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ ഇന്നലെ കോൺഗ്രസിൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടുകയും കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്നുള്ള രീതിയിൽ പറയുകയും പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ സന്ദർശിച്ചു. VD സതീശനും K സുധാകരനെയും പോലുള്ളവരൊക്കെ അദ്ദേഹത്തിനെ വളരെ നല്ല രീതിയിൽ BJP കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം സന്ദീപ് വാര്യർ ഇന്നലെ വരെ സന്ദീപ് വാര്യറിനെ അനുകൂലിച്ചിരുന്ന BJP പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പറയേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു കാര്യമായിട്ടുള്ള അതിനുള്ളിൽ തന്നെ അവരൊരു പരിശോധന നടത്തണം. എന്താണ് ആ പാർട്ടിയിൽ സംഭവിക്കുന്നതെന്നുള്ളത്. ഇത് BJP സ്നേഹിക്കുന്ന ആൾക്കാർ ഉള്ള ആൾക്കാരും അല്ലാത്തവർക്കും എല്ലാവർക്കും അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ പാർട്ടിയിലെ സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. കാര്യം ഇപ്പോൾ ഒരു സന്ദീപ് വാര്യറിനെ പുറത്തേക്ക് പോയി വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സന്ദീപ് വാര്യരെ കുറച്ച് ദിവസം അദ്ദേഹം കാത്തിരുന്നപ്പം അദ്ദേഹത്തിനെ വേണ്ടുന്ന രീതിയിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കാമായിരുന്നു. പക്ഷേ ബന്ധപ്പെട്ട അതിൻ്റെ നേതാക്കളൊന്നും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് ശ്രമിക്കാതെ മറ്റു പലരും ചെറിയ രീതിയിൽ കാര്യം അദ്ദേഹമായിട്ട് ചർച്ച നടത്തി എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് ആർക്കും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സന്ദീപ് വാര്യരുടെ പ്രശ്നത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ടും അത് പരിഹരിക്കണമെന്നും മുകൾ തട്ടിലിരിക്കുന്ന നേതാക്കന്മാർ സംസ്ഥാന തലത്തിലിരിക്കുന്ന നേതാക്കന്മാർക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടുമാണ് എനിക്ക് തോന്നുന്നത് സന്ദീപ് വാര്യർ ഒരു പക്ഷേ BJP വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള കാര്യം. ഇപ്പം നമ്മളിപ്പം സംസ്ഥാന തലത്തിൽ തന്നെ ഒരു സന്ദീപ് വാര്യർ മാത്രമല്ല, ഇപ്പം ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ അങ്ങനെ പല നേതാക്കളും ചില പ്രശ്നങ്ങൾ നേരിടുന്നു. ഒരു കാലത്ത് PP മുകുന്ദനെ പോലുള്ള ആൾക്കാർ, പിന്നീട് ഇപ്പം MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്തോ പാർട്ടിയിൽ നിന്ന് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലപ്പം ഈ പറഞ്ഞ കണക്ക് ഇവരൊക്കെ ചിലപ്പം പൂർണ്ണ തൃപ്തരായിരുന്നു കാണും. സന്ദീപ് വാര്യറിന് മാത്രമേ ഉള്ളായിരിക്കും അതിനകത്ത് ചില അതൃപ്തിയായിട്ട് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇപ്പം നമുക്കൊരു കേരള സംസ്ഥാനത്ത് BJP സംബന്ധിച്ചിടത്തോളം അധികാരമില്ല. ഇനി എന്ന് അധികാരത്തിൽ വരുമെന്ന് ഒരു ഉറപ്പുമില്ല. അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് പാർട്ടിയുടെ പോക്കെങ്കിൽ കേരളത്തിൽ ഈ പാർട്ടി അധികാരത്തിൽ എത്തുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാര്യം സന്ദീപ് വാര്യറിനെതിരെ തിരിയുമ്പം ഇപ്പം സന്ദീപ് വാര്യർ പ്രധാനമായിട്ടും ആക്ഷേപം ഉന്നയിച്ചത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ എതിരെയല്ല. അദ്ദേഹം പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെയാണ് സന്ദീപ് വാര്യർ കൂടുതലായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അപ്പം അത് എന്താണെന്ന് പരിശോധിക്കുക വേണ്ടത്. ഇപ്പം സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേദിയിൽ ഒരു കസേര കിട്ടിയില്ല എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരവഗണന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. പലരും തമാശയായിട്ട് പറയാറുണ്ട് സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വേദിയിൽ ഒരു കസേര കിട്ടിയില്ലെങ്കിൽ പോലും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവർ തയ്യാറാണ്. ശരിയാണ്, അവർ തയ്യാറാണ്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അവഗണന എവിടെന്നെങ്കിലും നേരിടേണ്ടി വരുന്നു എന്ന് തോന്നുമ്പം സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങളും ഉണ്ടാവും, പ്രതികരണങ്ങളും ഉണ്ടാവും. കാര്യം അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പം ബന്ധപ്പെട്ട ഇപ്പം കേരള സംസ്ഥാനത്തിൽ തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ കൃഷ്ണദാസ്, ഇങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് കേരളത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരുപാട് നേതാക്കളുണ്ട്. ഇവരാരും നേരിട്ട് സന്ദീപ് വാര്യരുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ തയ്യാറായിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ ഒരിക്കലും ഈ BJP എന്ന് പറയുന്നൊരു പാർട്ടി വിട്ട് പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP പാർട്ടിക്ക് അതിനോട് അനുഭവം ഉള്ളവരോട് മാത്രമേ അദ്ദേഹം ഒരു സ്നേഹം പുലർത്തത്തുള്ളൂ, അല്ലെങ്കിൽ അവരുമായിട്ട് മാത്രമേ ഒരു ബന്ധം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളൂ. കാര്യം മുമ്പ് ഈ സംസ്ഥാനത്ത് തന്നെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിക്കെതിരായിട്ട് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ആരോ ഒരാൾ എന്തിനാണ് അദ്ദേഹം നല്ല മന്ത്രിയല്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പം അത് ഈ ഒരു BJPയോടുള്ള ഒരു താല്പര്യം ആ നേതാവിന് ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു മറുപടി സന്ദീപ് വാര്യർ കൊടുത്തതായിട്ട് ഞാൻ ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ BJP ആണ് സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ട് അദ്ദേഹം കണ്ടിരുന്നത്. പക്ഷേ ഏതൊരു പാർട്ടിയാണെങ്കിൽ പോലും നമുക്കറിയാം ഒരാളോട് അവഗണനയോ അല്ലെങ്കിൽ അയാൾക്കൊരു സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ പാർട്ടിയെ മറയാക്കിയിട്ടുള്ള ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് സഹിച്ചും പുറത്തും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇനിയിപ്പം ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യറിനെതിരെ ഒരു സൈബർ ആക്രമണം ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. സന്ദീപ് വാര്യർ പോയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിട്ട് മുന്നോട്ട് പോയിക്കട്ടെ.
പാർട്ടി കുറച്ചുകൂടെയൊക്കെ കാര്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഈ പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന കണക്ക് സംസ്ഥാനത്ത് പാർട്ടിക്ക് ഒരു അധികാരം കിട്ടും അല്ലെങ്കിൽ കിട്ടത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ള എനിക്ക് തോന്നുന്നത്. താങ്ക് യു.